അതിലേക്ക് എത്താൻ ഹണീറോസ് പറയുന്ന അവരുടെ കുറിപ്പിലൊരു വരിയുണ്ട്. തുടർച്ചയായിട്ട് എന്താണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്? ഓർഗനൈസ് ക്രൈം എന്ന് പറയുന്നു. ഒപ്പം തന്നെ തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് ഇത് തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ എന്താണ് അതിൻ്റെ പരിണിത ഫലം? പരാതിയുമായി സ്ത്രീകൾ മുന്നോട്ട് വരാൻ മടിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇത്തരം ആക്രമണങ്ങളൊക്കെ, സൈബർ ആക്രമണങ്ങളും സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിടുന്ന സ്ത്രീകൾ മുന്നോട്ട് വരുന്നവർ എത്രയുണ്ടെന്ന് നമുക്കറിയാം. മുന്നോട്ട് വന്നിട്ടുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. എന്തെങ്കിലും നടപടി അതിലേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ വിഷയത്തിൽ അത് സത്വരമായി തന്നെ നടപടി ഉണ്ടായി എന്നുള്ളത് നമുക്ക് സന്തോഷകരവുമാണ്, പ്രതീക്ഷ നൽകുന്നതുമാണ്. എന്നാൽ അങ്ങനെ പരാതി കൊടുത്ത് കോടതിയിലേക്കൊക്കെ പോയി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് ആരോപണ വിധേയൻ. അങ്ങനെ ഒരു വിഷയത്തിലാണ് രാഹുൽ ഈശ്വർ ഈ തരത്തിലേക്ക് നിലപാട് സ്വീകരിക്കുന്നത്. ഇത് എന്ത് സന്ദേശം നൽകുന്നു? പ്രത്യേകിച്ച് ഇത്തരം ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്ക് ഇനി ഞങ്ങൾ കാരണം ഇത് തരുന്നൊരു മാനസിക സമ്മർദ്ദം, മാനസിക വ്യഥയുണ്ടല്ലോ, ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് ഹണീറോസ് തന്നെ പറയുകയാണ്. തീർച്ചയായും നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ദിവസത്തിന് തൊട്ട് മുമ്പിലത്തെ ദിവസം വൈകിട്ട് ഏതാണ്ട് ഈ സമയത്തോടു കൂടിയാണെന്ന് തോന്നുന്നു നമ്മളൊക്കെ പത്തനംതിട്ടയിൽ 64 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ, ഒരു സ്പോർട്സ് രംഗത്തുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു വാർത്ത കേട്ടിരുന്നു. തൊട്ടടുത്ത ദിവസം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ പ്രശസ്തയായ ഒരു താരത്തിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച്, അവരുടെ ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച്, എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചുള്ള രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളുടെ ലെക്ചറാണ് എല്ലാ ചാനലുകളും തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ തങ്ങൾക്ക് നേരിടുന്ന അപമാനങ്ങളെ ഒക്കെ പുറത്തിറങ്ങി പറയാൻ നിയമം മൂലം അവർക്ക് ലഭിക്കേണ്ട പരിരക്ഷ ഉറപ്പുവരുത്താൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പോകാനോ മറ്റുള്ളവരോടൊന്നും മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാനോ പോലും പറ്റാതെ വിങ്ങി പൊട്ടിപ്പോകുന്ന 2025 കടന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ശ്രീ രാഹുൽ ഈശ്വർമാരെ പോലുള്ളവർ കൂടി അതിന് പ്രതികളാണ്. അത്തരത്തിലുള്ള പ്രതികളെ പ്രതിരോധിക്കാൻ സ്ത്രീകൾ ഒരു സംഘടിത ശക്തിയായി തന്നെ ഇറങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തിനാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം എല്ലാ ചാനലുകളിലും പല ചർച്ചകളിലും അതോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസ് അടക്കമുള്ള കേസുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. കേരളത്തിൻ്റെയും അതുപോലെ ഇന്ത്യയുടെയും ഒക്കെ പൊതുസമൂഹം വളരെയധികം ശരിയല്ല എന്ന് മാനസികമായി വിലയിരുത്തുന്ന കേസുകളിൽ പോലും ആ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി അവരാണ് ശരി, അവരുടെ ഭാഗം വാദിക്കാൻ വേണ്ടി ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർമാർ. അങ്ങനെയുള്ള ഇവിടെ വാദിക്കാൻ ആരുമില്ല, അതുകൊണ്ട് അവരുടെ പ്രതിനിധിയായി രാഹുൽ ഈശ്വർ ഉണ്ട് പറഞ്ഞത് കേട്ടില്ലേ? അതെ അതെ. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ പാർലമെന്റ് ആക്രമണമോ താജ് ഹോട്ടൽ ആക്രമണമോ ഒക്കെ ഈ കാലത്താണ് നടക്കുന്നതെങ്കിൽ അജ്മൽ കസബുവാർക്ക് വേണ്ടി പോലും വക്കാലത്തെടുത്തുകൊണ്ട് ഇതുപോലുള്ള രാഹുൽ ഈശ്വർമാർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമോ എന്ന് പലരും ആ തരത്തിൽ പോലും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആണുങ്ങൾക്ക് ശബ്ദമില്ല എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ ദിവസം 64 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വാർത്തയാണ് നമ്മൾ കേട്ടത്. 64 സ്ത്രീകൾ ചേർന്ന് ഒരു പുരുഷനെ പീഡിപ്പിച്ച വാർത്തയല്ല ഒരു ചാനലുകളിലും സ്ക്രോൾ ചെയ്ത് പോയത്. ഇന്ന് ഹണീറോസ് പങ്കുവച്ചിരിക്കുന്ന ആ പോസ്റ്റിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആത്മഹത്യയിലേക്ക് പോലും ഞങ്ങളെ തള്ളിവിടുന്ന തരത്തിലുള്ള സൈബർ തെമ്മാടിക്കൂട്ടം എന്ന് വേണം നമ്മൾ പറയും. ഒരു സൈബർ തെമ്മാടിക്കൂട്ടത്തിന് നേതൃത്വം നൽകുകയാണ് ശ്രീ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ. ഈ സൈബർ തെമ്മാടിക്കൂട്ടം ബോച്ചയുടെ പടവും ഇട്ടുകൊണ്ട് ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഹണീറോസുമാരെ വീണ്ടും 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 അധിക്ഷേപിക്കുകയാണ്. ഞാൻ പറയുന്നു, ഇതൊരു ഹണീറോസിൻ്റെയോ ഒരു ബോച്ചയുടെയോ മാത്രം വിഷയമല്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു ഹണീറോസിനെയും ബോച്ചയെയും കുറിച്ചാണ് എങ്കിൽ നമ്മൾ കാണാത്ത ഒരു വിഷ്വൽ സ്പേസിലും ചർച്ചയ്ക്ക് പോലും വരാൻ കേൾപ്പില്ലാതെ പോയ 1000 ഹണീറോസുമാരുടെയും അധമന്മാരായിട്ടുള്ള 1000 ബോച്ചമാരുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 2025 നമ്മൾ തിരിഞ്ഞ് പിന്നോട്ട് നടക്കണം എന്നാണ് രാഹുൽ ഈശ്വർമാർ വാദിക്കുന്നതെങ്കിൽ അതിനെ പല്ലും ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ സ്ത്രീ സമൂഹം തയ്യാറാകണം, തെരുവിലേക്ക് ഇറങ്ങണം.
വീണയുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് വീണയ്ക്ക് തോന്നിയിട്ടില്ലേ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ കള്ളക്കേസിൽ കൊടുക്കാൻ അവസാനം ഇത് വെറും സിനിമാ കഥയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ കേസിൽ എൽദോസിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും വീണയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ ആണുങ്ങൾ എന്താ രണ്ടാനമ്മ പെറ്റുണ്ടായതാണോ? ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ? ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കോടതി അനുകൂലിച്ചാലെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെങ്കിലും ആ നീതി കിട്ടിയിട്ടുണ്ടോ? ആ മനുഷ്യൻ, അതായത് ജാതിഭേദം മത രാഷ്ട്രീയ ഭേദമന്യേ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തോ? എന്താ കാര്യം? ഇവിടെ ആണുങ്ങളെ ആർക്കും വേണ്ട. ഞങ്ങളുടെ പുറത്ത് കുതിര കയറുന്നതാണ് ഇവിടെ പുരോഗമനം. പുരുഷ വിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ ലിബറൽ ഫെമിനിസ്റ്റ് വാദഗതിയാണ് അപകടം. ഫെമിനിസ്റ്റുകളെ ബഹുമാനിക്കുന്നു, യോജിക്കുന്നൊന്നുമില്ല. റൈറ്റ് കൺസർവേറ്റീവ് പറയുന്നത് നമുക്ക് സമത്വം വേണം, നമ്മുടെ ഇടയിൽ സൗഹാർദ്ദം വേണം. ആലോചിക്കുക, ഉമ്മൻചാണ്ടി സാറിന് നീതി കൊടുക്കാൻ കഴിയാത്ത ഈ നാട്ടിൽ സാധാരണക്കാർക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നു, കോൺഗ്രസിന്റെ എന്റെ നേതൃത്വത്തിനെതിരെ വ്യാജ പരാതി വന്നു. ഈ അടുത്തിടയ്ക്ക് ഒരു സ്ത്രീ 11 നമ്മൾ ചർച്ച ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയമാണല്ലോ. ബോബി ചെമ്മണ്ണൂർ നിലവിൽ എവിടെയാണുള്ളത്? ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടക്കുകയാണ്. കോടതിയിലേക്ക് പോയി, അത് ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം അടിയന്തരമായി പരിഗണിക്കണമെന്ന് കോടതിയോട് പറയുമ്പോൾ അങ്ങനെ അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല, ജയിലിൽ കിടന്നോളൂ എന്ന് പറഞ്ഞ കോടതി ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. ഇനിയിപ്പോ ചൊവ്വാഴ്ചയോ മറ്റോ ആണ് ഹർജി പരിഗണിക്കാൻ പോകുന്നത്. അതുവരെ ജയിലിൽ കിടക്കും. പിന്നീട് കോടതി എന്ത് പറയും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ താങ്കൾ ഈ പറയുന്ന വാദങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അനുജ മാഡം, ഞാൻ ഒരു നമ്മൾ ചർച്ച ചെയ്യുന്നെങ്കിൽ 60 പേര് ചേർന്ന് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് 2ഓ 3ഓ പ്രാവശ്യം വീണ പറഞ്ഞപ്പോ വളരെ ബഹുമാനത്തോടെ കേട്ടിരുന്നല്ലോ. എന്തേ വീണയോട് പറയാത്തത്? ആ 60 പേർ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ച പോയിന്റുകളില്ലാതെ വരുമ്പോ തിരിച്ചു മറുപടി പറയാം. ഇനി വീണയുടെ മറുപടി എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് വീണ ഒരുപാട് മറുപടി കേൾക്കാൻ താങ്കൾ സാറിനെതിരെ മറുപടി പറയട്ടെ. അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം. ഞാൻ ഉത്തരം പറയാം. ഉമ്മൻചാണ്ടി സാറിനെതിരെ ആ സ്ത്രീ പരാതി പറഞ്ഞ് വലിയ വിവാദമായി മാറിയപ്പോൾ സ്വന്തമായി കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കമ്മീഷന് മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ടിരുന്ന മഹാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കാലം തെളിയിച്ചു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം എന്താണ് എന്നുള്ളത്. കൃത്യമായി ഉമ്മൻചാണ്ടി സാറിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും എല്ലാം ബോധ്യപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയവും അങ്ങ് ബോച്ചെ എന്ന് പറയുന്ന ഒരു അധമൻ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ വീണ നല്ല ഭാഷാ പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. പക്ഷെ വീണയ്ക്ക് വിക്കൽ വരുന്ന എന്താ അറിയാമോ? ഇന്ന് പോലും വീണയ്ക്ക് സരിതയ്ക്കെതിരെ ഒരു പരാതി എടുക്കണമെന്ന് പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല. ഒരു സ്ത്രീയായ സരിത, തെറ്റുകാരിയായ സരിത, വ്യാജ പരാതി കൊടുത്ത സരിതയ്ക്കെതിരെ ഒരു പരാതി എടുക്കണമെന്ന് പറയാൻ ധൈര്യം കിട്ടാത്തതാണ് ഈ നാടിന്റെ പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഞാൻ അങ്ങക്കുള്ള മറ്റൊരു കാര്യം കൂടി പറയാം. ശ്രീ ബോച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നും പറയാൻ അങ്ങ് അനുവദിക്കൂ. അങ്ങ് എന്നെ പറയാനായിട്ട് അനുവദിക്കൂ. അങ്ങ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു നടി പറഞ്ഞ വാക്കുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫറാഷിബില തന്നെ ഒരു നടി തന്നെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളുമായിട്ട് അങ്ങ് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണാനിടയായി. ആ നടിയുടെ തന്നെ ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അവരുടെ ചിത്രം വച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക് എന്ന് പറഞ്ഞുകൊണ്ട്
അവർ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത പിക്ചർ. വേറൊരു പെൺകുട്ടി ബിക്കിനിയിട്ട കഥ പറയാൻ കുഴപ്പമില്ലല്ലേ? എനിക്കിനി സമയം തരണ്ട, ബാക്കിയുള്ളവർ കൊടുത്തോളൂ. എനിക്കിനി സമയം തരണ്ട, ബാക്കിയുള്ള പ്രമോദ് സാറിന് സമയം കൊടുത്തോളൂ. ഒരു വരി മാത്രമേ പറഞ്ഞു അവസാനിപ്പിക്കൂ. ഒരു വരി മാത്രം. അഡ്വക്കേറ്റ് വീണയെ പോലെ ഞാൻ ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. വീണയോടുള്ള ഒരു വിമർശനം അവകാശമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയട്ടെ. അല്ലല്ല, ഒരു വരി മാത്രം. എനിക്കിനി സമയമേ തരണ്ട. വീണയോടുള്ള ഒരു വരി വിമർശനമാണ്. കോൺഗ്രസിൽ ഇത്രയും പ്രമുഖയായ പ്രിയങ്ക ഗാന്ധിക്ക് വരെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ വ്യക്തിപരമായി അറിയുന്ന വീണ സരിതയ്ക്കെതിരെ പരാതി എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വേറൊരു സ്ത്രീയുടെ ബിക്കിനി പിക്ചർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. വീണയെ പോലെയുള്ള കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ ആധുനിക തലമുറയിലെ യുവ നേതാക്കൾക്ക് പോലും അങ്ങനെ ഒരു സ്ത്രീക്കെതിരെ പരാതി എടുക്കണമെന്ന് പറയാനുള്ള ധൈര്യമില്ല. ഞങ്ങൾ സാധാരണക്കാരെ പിന്നെ ആര് രക്ഷിക്കും? ഉമ്മൻചാണ്ടി സാറിന്റെ പാർട്ടിക്കാരിക്ക് ഉമ്മൻചാണ്ടി സാറിന്റെ കള്ളപ്പരാതി കൊടുത്ത് വേട്ടയാടിയ ഒരു സ്ത്രീക്കെതിരെ പരാതി എടുക്കണമെന്ന് TV പറയാൻ ധൈര്യം പോലുമില്ല. പിന്നെ ഞങ്ങളെ ആര് രക്ഷിക്കാനാ ഈ നാട്ടില്? ഞാൻ സ്ത്രീ പക്ഷത്ത് നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും അത്തരത്തിൽ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട നടപടികളുമായി അതുമായി ബന്ധപ്പെട്ട അതിനപ്പുറത്തേക്ക് കേസ് എടുക്കേണ്ട എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ കാര്യത്തിൽ അഭിപ്രായം. എന്റെ പക്ഷം സ്ത്രീ പക്ഷമാണ്. ഇന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരെല്ലാം നിൽക്കുന്നത് സ്ത്രീപക്ഷത്താണ്. കാരണം ഇന്നലെയും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്ത 64 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. 64 പെൺകുട്ടികൾ ചേർന്ന് ഒരു പുരുഷനെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. നമ്മൾ ആണുങ്ങൾ ഓർക്കേണ്ടത് ഇത്രയൊക്കെ രാഷ്ട്രീയക്കാർക്ക് നമ്മളെ വിലയുള്ളൂ. നമ്മൾ ആണുങ്ങൾ ഓർക്കേണ്ടത് ഇത്രയൊക്കെ രാഷ്ട്രീയക്കാർക്ക് നമ്മളെ വിലയുള്ളൂ. എനിക്ക് വീണ ഇഷ്ടത്തോടെയാണ് ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് വീണ 20 വർഷമായിട്ട് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് വീണയെ വിമർശിച്ചു എന്ന് പറഞ്ഞെ ആക്രമിക്കരുത്. വീണയെ ബഹുമാനത്തോടെ വിമർശിക്കുന്നത് നമ്മൾ ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇത്രയും വിലയെ എല്ലാവരും തരുന്നുള്ളൂ. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുക്ക ആൾക്കെതിരെ ഒരു വാക്ക് പറയാൻ